Good evening, Arati, Atira, Smritilaya, Vijusha, Anila, Aaron. Very good evening. Very good evening and a warm welcome to another chemistry class. മക്കളെല്ലാവർക്കും സുഖമല്ലടാ? സ്വാതി കൃഷ്ണ, അഭിനവ്, അനുഗ്രഹ, സനുഷ, ഗൗരി ശിവകുമാർ, വിസ്മയ, ഷദ, അർജുൻ കൃഷ്ണ, അഭിഷേക്, വർഷ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തുടങ്ങാം. റെഡിയല്ലേ മക്കൾ? ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കാമോ? നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? പർട്ടിക്കുലർലി ഒന്ന് പറയാമോ? ഗുഡ് ഈവനിങ് സ്മൃതിലയ. Kindly tell me where we stopped in the last class. എനിക്ക് ഓർമ്മയില്ല, പ്ലീസ്. എൻതാൽപ്പി സ്റ്റാർട്ട് ചെയ്യണം. ഗുഡ്, താങ്ക് യു ആരതി, താങ്ക് യു. നന്ദഗോപാൽ കണ്ണ, വെരി ഗുഡ് ഈവനിങ്. എൻതാൽപ്പി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാവരും ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാമോ? പുസ്തകം നോക്കിയിട്ടോ നോക്കാതെയോ ഒന്ന് റിവൈസ് ചെയ്യാൻ ഞാൻ പറയാം. We started from the fundamental ideas like exothermic reaction, endothermic reaction. പിന്നെന്തായിരുന്നു പറഞ്ഞത്? What is meant by system, types of system, surrounding, universe, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, അങ്ങനെ കുറേ കാര്യങ്ങൾ. വേരിയസ് പാരാമീറ്റേഴ്സ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്, മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്, മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ പറഞ്ഞു അല്ലേ? പിന്നെന്താണ്? സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് വേരിയബിൾസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? പാത്ത് ഡിപ്പെൻഡന്റ് വേരിയബിളും പാത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. വേരിയസ് തെർമോഡൈനമിക് പ്രോസസ്സുകളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. എന്താണ് ഐസോതെർമൽ പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ, വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. വർക്ക് ഡൺ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ, വൈൽ വർക്ക് ഡൺ റിവേഴ്സിബിൾ കംപ്രഷൻ ഈസ് ലെസ് ദാൻ വർക്ക് ഡൺ ഇറിവേഴ്സിബിൾ കംപ്രഷൻ, while work done reversible expansion and compression are equal എന്നൊക്കെ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ കാണും എന്ന് വിചാരിക്കുന്നു അല്ലേ? സൈക്ലിക് പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു. ഫ്രീ എക്സ്പാൻഷൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി അല്ലേ? പിന്നെന്തായിരുന്നു? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, ഇന്റേണൽ എനർജി, അത് ചർച്ച ചെയ്തു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, ഇന്റേണൽ എനർജി, അതൊക്കെ ചർച്ച ചെയ്തു. ഇന്റേണൽ എനർജിയുടെ ഡെഫിനിഷൻ പറഞ്ഞു. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സിന്റെ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി, അതിനെക്കുറിച്ച് പറഞ്ഞു. കലോറിമീറ്റർ എക്സ്പെരിമെന്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അല്ലെ? ഓപ്പൺ കലോറിമീറ്റർ, ക്ലോസ്ഡ് കലോറിമീറ്റർ. ഉദാഹരണമായിട്ട് ക്ലോസ്ഡ് കലോറിമീറ്റർ, ബോംബ് കലോറിമീറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇന്റേണൽ എനർജി കണ്ടുപിടിക്കുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാശിനാഥൻ എവിടെയാണോ? തന്നെ കാണാനില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും എന്നെ കണ്ടില്ല. വാട്ട് ഹാപ്പൻഡ്? ഉണ്ടായിരുന്നോ അതോ റെസ്പോണ്ട് ചെയ്യാതിരുന്നതാണോ? പ്രദീപ് ലക്ഷ്മൺ, ഗുഡ് ഈവനിങ്. ജിഷ്ണ, അർജു, ശ്രീശക്തി, നിഖിൽ രാജൻ, വെരി ഗുഡ് ഈവനിങ്. ഇനി നമ്മൾ പറയേണ്ടത് എൻതാൽപ്പിയെ കുറിച്ചാണ്. അപ്പൊ ഇന്റേണൽ എനർജിയെ കുറിച്ച് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റേണൽ എനർജിയുടെ ഡെഫിനിഷൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇന്റേണൽ എനർജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, എന്താ പറഞ്ഞത്? ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ തെർമോഡൈനമിക് പ്രോസസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം എന്ന് പറഞ്ഞു. ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം എന്ന് പറഞ്ഞു. യെസ്, കാശിനാഥ് സർ, ഞാൻ ലൈവ് വരാൻ നെറ്റ് ഇല്ലായിരുന്നു, ഞാൻ ക്ലാസ് കണ്ടു. ഗുഡ്. എന്നാലും നിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ലൈവായിട്ട് കാണുമ്പോൾ ഒരു സുഖം. ലൈവായിട്ട് വരിക കേട്ടോ, നോക്കുക പരമാവധി. ചിലപ്പോൾ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഈവൺ നെറ്റിൻ്റെ ഇഷ്യൂസ്, അതുപോലെ പല ടെക്നിക്കൽ ഇഷ്യൂസും വരും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ക്ലാസ് മിസ്സാക്കരുത്.
ക്ലാസ് നന്നായിട്ട് കാണണം, സീരിയസ് ആയിട്ട് കാണണം, നന്നായിട്ട് പഠിക്കണം. പ്രീവിയസ് ചാപ്റ്റേഴ്സ് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, യെസ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എൻതാൽപ്പിയെ കുറിച്ചാണ് കേട്ടോ. എൻതാൽപ്പി. ഇവിടെ ഹെഡിങ് ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഓക്കെ, എൻതാൽപ്പി എന്ന ഹെഡിങ് എഴുതി വെച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത്. യെസ്, ഓക്കെ, ഫൈൻ. മക്കളെ നോട്ട് ചെയ്യണം. എൻതാൽപ്പി എച്ച് ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി യു പ്ലസ് പി വി. ഇതാണ് എൻതാൽപ്പിയുടെ ബേസിക് ഐഡിയ. എൻതാൽപ്പി എന്ന് വെച്ചാൽ ഇന്റേണൽ എനർജി പ്ലസ് ആൻ അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജി. എന്താണ് ഈ അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജി? പി വി എന്ന് പറയും. പി വി എന്ന് വെച്ചാൽ പ്രഷർ വോള്യൂം എനർജി എന്നാണ് പറയുക. പ്രഷർ വോള്യൂം വർക്ക് എന്ന് പറയും, പ്രഷർ വോള്യൂം എനർജി എന്ന് പറയും. സോ H is equal to U plus PV. Therefore, delta H is equal to delta U plus delta PV. That is, delta H is equal to delta U plus P delta V plus V delta P. ഇതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: P delta V plus V delta P. Now, എൻതാൽപ്പി മെഷർമെന്റ്സ് ചെയ്യുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഇറ്റ് ഈസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓപ്പൺ സിസ്റ്റംസ് ആണ് എൻതാൽപ്പി മെഷർമെന്റിൽ വരിക. കോൺസ്റ്റന്റ് പ്രഷർ സിസ്റ്റം ആണ്. അപ്പൊ നോക്ക് മക്കളെ, കോൺസ്റ്റന്റ് പ്രഷർ എന്ന് വെച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡെൽറ്റ പി ഈക്വൽ ടു 0 എന്ന് വരും. എന്ന് വെച്ചാൽ ഇത് 0 ആവും. എന്ന് വെച്ചാൽ ഈ ടേം അങ്ങ് ക്യാൻസൽ ആവും. സോ യു ഗെറ്റ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. This is the relationship for enthalpy. Delta H equal to delta U plus P delta V. ഇനി കഴിഞ്ഞ ദിവസം പറഞ്ഞ റിലേഷൻഷിപ്പ് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q പ്ലസ് വർക്ക് ഡൺ. Q plus work done. കഴിഞ്ഞ ദിവസം പറഞ്ഞ റിലേഷൻഷിപ്പ്. That is, delta U is equal to Q plus P delta V. Q plus P delta V. Most of the time work done by the system എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ മൈനസ് എന്ന് എഴുതാം, അല്ലെ? For derivation purpose, I am writing the minus P delta V. മൈനസ് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് മൈനസ് ആണ്. സൈൻ കൺവെൻഷൻസ് പറഞ്ഞത് ഓർക്കുക. ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം പ്ലസ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ സിസ്റ്റം മൈനസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പ്ലസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം മൈനസ്. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ മൈനസ് എന്ന് കൊടുക്കാം, ഒരു വിഷമവും ഇല്ല. ഫോർ ഡെറിവേഷൻ പർപ്പസ് ഞാൻ ആ മൈനസ് എന്ന് കൊടുത്തു. നൗ യു ടേക്ക് ദിസ് ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക. യു ഗെറ്റ് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടും. ആൻഡ് നൗ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഓവർ ഹിയർ, യു ക്യാൻ റൈറ്റ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ എന്ന് എഴുതാം. അവിടെ സഫിക്സ് ആയിട്ട് പി എന്ന് കൊടുക്കുക. ബിക്കോസ് ദ റിയാക്ഷൻ ഈസ് അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ. ആൻഡ് ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ എൻതാൽപ്പി. അതാണ് എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ. അപ്പൊ എൻതാൽപ്പി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ഹീറ്റ് ട്രാൻസ്ഫേർഡ് it is the heat transferred during a thermodynamic process at constant pressure എന്ന് എഴുതാം. So enthalpy can be defined as
the heat transferred during a thermodynamic process carried at a constant pressure എന്ന് പറയും. That is the definition of enthalpy. That is the definition of enthalpy. And this is the definition for enthalpy. കേട്ടോ, ഇതാണ് enthalpyയുടെ definition. It is the enthalpy equal to heat transferred during a thermodynamic process carried out at a constant pressure എന്ന് പറയാം. നോട്ട് ചെയ്തു മക്കളെ? ആ സ്റ്റെപ്സ് പറഞ്ഞതിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. H is equal to U plus PV, delta H is equal to delta U plus delta PV, delta PV സ്പ്ലിറ്റ് ചെയ്താൽ P delta V plus V delta P എന്ന് വേണം എഴുതാൻ. അതിൽ ഈ ടേം ക്യാൻസൽ ആവും, കാരണം എൻതാൽപി മെഷർമെന്റ് ഓപ്പൺ കണ്ടീഷനിലാണ്, കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അപ്പൊ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ്, മറക്കരുത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച റിലേഷൻഷിപ്പാണ്, അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്യാം. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടും. ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് എടുത്തു പറയണം. ആൻഡ് thereby we are able to give the definition. So the conclusion regarding last day and today's discussion point, it will be delta U equal to QV എന്ന് വെച്ചാൽ heat at constant volume, while delta H equal to QP, heat at constant pressure. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ടേംസും അതിന്റെ കൺക്ലൂഷനും. ഇന്റേണൽ എനർജി ആൻഡ് എൻതാൽപി, രണ്ട് പ്രധാനപ്പെട്ട ടേംസ്, അതിന്റെ കൺക്ലൂഷൻ. ഡെൽറ്റ യു ഇന്റേണൽ എനർജി ഈസ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം, ഡെൽറ്റ എച്ച് എൻതാൽപി ഈസ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ ബേസിക്കലി രണ്ടും ഒന്നാണ്. ബേസിക്കലി രണ്ടും എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫേർഡ് ആണ്. ഒരെണ്ണം മെഷേർഡ് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം, അടച്ചു വെച്ച സിസ്റ്റം. ഒരെണ്ണം മെഷേർഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഓപ്പൺ സിസ്റ്റം ഓർ കോൺസ്റ്റന്റ് പ്രഷർ സിസ്റ്റം. നോട്ട് ചെയ്തില്ലേ? ഞാൻ ആ പേജ് മാറ്റുകയാണ്. ഞാൻ ഈ പേജ് മാറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ആ പേജിലേക്ക് തിരിച്ചു പോകാവേ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ആശയമാണ് പറയാൻ പോകുന്നത്. തികച്ചും ഈ ചാപ്റ്ററിൽ ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നോക്കുക കേട്ടോ. സി, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി പറഞ്ഞല്ലോ. ഇതില് നമുക്ക് ഈ ഫോർമുലയെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്നെഴുതാം. ഡെൽറ്റ എൻ ആർ ടി എന്നെഴുതാം. അതെങ്ങനെയാണ് സാറ്? നിങ്ങൾക്ക് അറിയാടാ, പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് പഠിച്ചിട്ടില്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയില്ലേ? പി വി ഈക്വൽ ടു എൻ ആർ ടി. പഠിക്കാത്തവര് കാണാത്തവര് ആരെങ്കിലും ഉണ്ടോ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഉറപ്പല്ലേ? പി വി ഈക്വൽ ടു എൻ ആർ ടി ഉണ്ട്. ഓക്കെ, ഫൈൻ, അത്രേ ഉള്ളൂ. അപ്പോ ഇതിൽ തന്നെയാണ് ഇപ്പൊ ഇത് എഴുതിയിരിക്കുന്നത്. therefore P delta V, therefore P delta V equal to delta nRT, where pressure and temperature are constant. Pressure and temperature are
കോൺസ്റ്റന്റ്. അപ്പൊ എന്തായി? പി ഡെൽറ്റ വിക്ക് പകരം ഡെൽറ്റ എൻ ആർ ടി എന്ന് കൊടുത്തു. പലപ്പോഴും ഈ ഡെൽറ്റ എന്നിന്റെ അവിടെ ജി എന്ന് എഴുതുന്നത് നല്ലതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി ഫോർ ഗ്യാസസ്. ദിസ് ഇക്വേഷൻ അപ്ലിക്കബിൾ ഓൺലി ഫോർ ഗ്യാസസ്. യെസ്, ഇത് ഈ ടോപ്പിക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് ശരിക്കും സിലബസിൽ ഉണ്ടായിരുന്നു, എടുത്തു കളഞ്ഞതാണ്. പ്രോബബ്ലി ലോവർ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത് കൊണ്ടായിരിക്കണം. ഏത് ക്ലാസ്സിലാണ് പഠിച്ചത് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. 10ലാണോ 9ലാണോ? So delta H is equal to delta U plus delta nRT. What is delta N? Delta N is equal to sum of number of moles of gaseous products minus sum of number of moles of gaseous reactants. This is delta N. Delta N is number of moles of gaseous, sum of number of moles of gaseous products minus sum of number of moles of gaseous reactants. അതാണ് ഡെൽറ്റ എൻ കേട്ടോ. എന്ന് വെച്ചാല് suppose you have a reaction A moles of A gas plus B moles of B gas giving C moles of C gas plus D moles of D gas. Then what is delta N? പറയാമോ? ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിരിക്കുവാണ്. ആസ്കിംഗ് വാട്ട് ഈസ് ഡെൽറ്റ എൻ. ഒന്ന് പറഞ്ഞേ മക്കളെ, വാട്ട് ഈസ് ഡെൽറ്റ എൻ? For a hypothetical reaction, A moles of A plus B moles of B giving C moles of C plus D moles of D. What is delta N? Delta N is equal to sum of number of moles of gaseous products minus sum of number of moles of gaseous reactants. Yes, very good Arju, very good. Delta N is equal to C plus D minus A plus B. C plus D minus A plus B. Arju, correct. Arvind, Arati, Aaron, clear ആണോ കണ്ണ? C plus D minus A plus B. Anila, correct. Yes. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കും. എങ്ങനെയെന്നറിയാമോ? ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കും. A moles of A plus B moles of B giving C moles of C plus D moles of D. ഇത് ഗ്യാസ് ആണ്, ഇത് സോളിഡ് ആണ്, ഇത് ലിക്വിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്. ഇപ്പൊ എന്താ പറയൂ? ഈ ഇക്വേഷനിൽ ഡെൽറ്റ എൻ എന്താണെന്ന് പറയൂ? വളരെയധികം പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, ശ്രദ്ധിച്ച് പറയണം. വെരി ഗുഡ് അഭിനവ്, വെരി ഗുഡ്. ഇറ്റ് ഈസ് ഡി മൈനസ് എ. കാരണം ആരെ മാത്രം നോക്കിയാൽ മതി? ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി. വേറെ ഒന്നിലും കണ്ണു പോവരുത്. It is solid here, it is liquid here. അവരെ നമുക്ക് വേണ്ട, ഇവരെ വേണ്ട, ഇയാളെ വേണ്ട. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലി ഫോർ ഗ്യാസസ് കേട്ടോ. പലപ്പോഴും അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചു ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. സോളിഡ്സ് എന്നോ ലിക്വിഡ്സ് എന്നോ ഒക്കെ കാണുകയാണെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ട് വേണം ഡെൽറ്റ എൻ കണ്ടുപിടിക്കേണ്ടത്. യെസ്, പേജ് മാറ്റട്ടെ.
ഇനി നമുക്ക് കുറച്ച് എക്സർസൈസ് ചെയ്യാൻ പോവാ കേട്ടോ. നമ്മൾ കുറച്ച് എക്സർസൈസ് ചെയ്യാൻ പോവാ. യെസ്, ഞാൻ അടുത്ത പേജിലേക്ക് പോവാണ്. We are going to do certain exercises. മതി, 5 എണ്ണം മതി. 5 എക്സർസൈസ് ഞാൻ എഴുതിയിട്ടുണ്ട്. 5 എക്സർസൈസ് എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ എഴുതാം. 6 എണ്ണം. ഇങ്ങനെ എഴുതിയ ഇനി ഇങ്ങനെ എഴുതിക്കൊണ്ടേ പോവും. പോട്ടെ, മതി, 6 എണ്ണം മതി. ഓരോ കേസിലും എന്ത് ചെയ്യണം? ഡെൽറ്റ എൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഡെൽറ്റ എച്ച് ഡെൽറ്റ യു റിലേഷൻഷിപ്പ് എഴുതുക. ഓരോ കേസിലും ഡെൽറ്റ എൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഡെൽറ്റ എച്ച് ഡെൽറ്റ യു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുക. ഹോപ്പ് യു റിമെമ്പർ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഓരോ കേസും ഡെൽറ്റ എൻ കണ്ടുപിടിക്കുക. ഫസ്റ്റ് കേസ് ആദിത്യൻ 1, അർജു 1 1 1 -1. സെക്കൻഡ് കേസ് 9. യെസ്, പോരട്ടെ. നമ്പർ ഇട്ട് എഴുതണേ. 6 എണ്ണം ഉണ്ട്. 6ഉം നമ്പർ ഇട്ടിട്ട് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. 6ഉം നമ്പർ ഇട്ടിട്ട് റെസ്പോണ്ട് ചെയ്യാം. ഒരുവിധം എല്ലാവരും പറഞ്ഞു. ഫസ്റ്റ് വൺ ഒരുവിധം എല്ലാവരും പറഞ്ഞു 1. സെക്കൻഡ് വൺ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഐ ആം ഗോയിങ് ടു റൈറ്റ്. ഞാൻ എഴുതാൻ പോവാണ്. വെരിഫൈ ചെയ്തോളാം കേട്ടോ. ഫസ്റ്റ് കേസില് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 1 1 2 - 1 2 - 1 1 എന്ന് കിട്ടും. therefore ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ടി എന്ന് വരും. ഇതാണ് റിലേഷൻഷിപ്പ്. ഫസ്റ്റ് വൺ. എഴുതിയവര് ചെക്ക് ചെയ്യാം. ശരിയായി എങ്കിൽ ശരിയായി എന്ന് പറയാം. ശരിയായെങ്കിൽ പറയാ, തെറ്റിയവരുണ്ടെങ്കിൽ പറയാം. തെറ്റിയവരുണ്ടെങ്കിൽ പറയണം. എവിടെയാണ് തെറ്റിയതെന്നും കൂടെ പറഞ്ഞാൽ വലിയ സന്തോഷം. തെറ്റുകള് കുറയ്ക്കാനുള്ള മാർഗം തെറ്റ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. തെറ്റ് ചെയ്തത് മനസ്സിലാക്കുമ്പോൾ പിന്നെ തെറ്റ് ചെയ്തത് കുറയും. അത് ഏറ്റുപറയാനും ഒരു മടിയും വിചാരിക്കണ്ട. യെസ്, രണ്ടാമത്തേത് അർജു കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ. നമ്പർ ഇട്ടിട്ട് നിങ്ങൾ അയക്കുന്ന റെസ്പോൺസ് നമ്പർ ഇട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ നാലാമത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൈൻഡ്ലി ഗിവ് മീ എ അപ്ഡേറ്റ് ഓൺ വെദർ യു മെയ്ഡ് കറക്റ്റ് ഓർ നോട്ട്. നമ്പർ ഇട്ടിട്ട് കറക്റ്റ് ആയോ തെറ്റായോ ഒന്ന് പറയണം. നമ്പർ ഇട്ടിട്ട് കറക്റ്റ് ആയോ തെറ്റായോ എന്നൊന്ന് അയച്ചാൽ നന്നായിരിക്കും. രണ്ടാമത്തേത്
രണ്ടാമത്തേത് ഡെൽറ്റ എൻ ഈക്വൽ ടു 2 മൈനസ് 4. ഇറ്റ് ഈസ് മൈനസ് 2. Therefore, delta H equal to delta U minus 2RT എന്ന് വരണം. ഇതും കൂടെ ചെക്ക് ചെയ്യണം മക്കളെ. ഇത് മാത്രം നോക്കിയാൽ പോരാ, ഈ എഴുതിയത് ശരിയാക്കിയിട്ടുണ്ടോ എന്നും കൂടെ നോക്കണം. ഇതും ചെക്ക് ചെയ്യണം, ഇതും ചെക്ക് ചെയ്യണം, ഇതും നോക്കണം, ഇതും നോക്കണം. തെറ്റിയിട്ടുണ്ടെങ്കിൽ പറയണം. യെസ്, there is a great level of response coming. Come on, come on, come on, come on, come on. വരട്ടെ. അതില് നിങ്ങൾ നമ്പർ ഇട്ടിട്ട് റെസ്പോണ്ട് ചെയ്യണം, ശരിയായതും തെറ്റിയതും. തെറ്റിയതുണ്ടെങ്കിൽ എടുത്ത് പറയാം. ഓക്കെ ഓക്കെ. ആ 5 അഞ്ചാമത്തെയും മൂന്നാമത്തെയും ഒക്കെ എത്തിയിട്ടുണ്ട്. ആ സ്മൃതിലയ രണ്ടാമത്തെ തെറ്റിയെന്ന്. സ്മൃതിലയ രണ്ടാമത്തെ തെറ്റിയെന്ന്. ഇത് മോളെ എവിടെയാണ് തെറ്റിയത് നോക്കണേ. ഈ നമ്പർ ആണോ തെറ്റിയത് അതോ ഈ എഴുതിയതാണോ തെറ്റിയത് നോക്കുക. എവിടെയാണ് തെറ്റിയത് നോക്കടാ. പ്രോഡക്റ്റ് സൈഡില് 2 മോൾ, റിയാക്ടന്റ് സൈഡില് 3+1, 3+1 4, 2 - 4 -2 എന്ന് വരണം. യെസ്, ആഡിങ് മിസ്റ്റേക്ക്. അർജുൻ, ആഡിങ് മിസ്റ്റേക്ക്. യെസ്, കൈൻഡ്ലി ഗിവ് മീ എ ഫീഡ്ബാക്ക് റിഗാർഡിംഗ് എ മിസ്റ്റേക്ക് ഇഫ് എനി. ശരിയായിട്ടുണ്ടെങ്കിൽ അതും പറയാ. ശരിയായിട്ടുണ്ടെങ്കിൽ യെസ് ഐ മേഡ് ഇറ്റ് കറക്റ്റ്. തെറ്റിയിട്ടുണ്ടെങ്കിൽ അതും പറയാം. ആ N2ന്റെ നമ്പർ ഓഫ് മോൾസ് തെറ്റി. ആ സ്മൃതിലയ എഴുതിയത് തെറ്റി. ഓക്കെ, ബി കെയർഫുൾ, ബി കെയർഫുൾ. അടുത്തൊക്കെ തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തേത് നോക്കണേ. മൂന്നാമത്തേത് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 1+1 2 - 0 2 എന്ന് വരണം. Therefore, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് 2RT എന്ന് വരും. മൂന്നാമത്തേത് kindly give me a response, kindly give me a response taking a the number എഴുതിയിട്ട് തെറ്റിയോ ശരിയോ എന്ന് പറയണം കേട്ടോ. നമ്പർ എഴുതിയിട്ട് തെറ്റിയോ ശരിയോ എന്ന് പറയണം. വിസ്മയ കറക്റ്റായി, 3 കറക്റ്റായി. ഗുഡ് 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 ഗുഡ്. യെസ് വിസ്മയ, ഗിവ് മീ ദ നമ്പർ വിച്ച് വൺ. 6 എണ്ണത്തിൽ ഏതാണെന്ന് പറയാ. സ്മൃതിലയ 3 കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ നാലാമത്തെ ചെയ്യാൻ പോകുന്നു. നാലാമത്തേത് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 0 - 3. സോ ഇറ്റ് ഈസ് -3. 0 - 3. So it is -3. Therefore, delta H is equal to delta U minus 3RT എന്ന് വരണം. delta U minus 3RT എന്ന് വരണം. നാലാമത്തേത് ആ കറക്റ്റ്. ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി ഇതിൽ ഏതെങ്കിലും ഞാൻ എഴുതിയത് എന്തുകൊണ്ട് എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ആൻസർ പറഞ്ഞതിൽ സാർ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, സാർ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ചോദിച്ചോളൂ. മേ ബി യുവർ റെസ്പോൺസ് കമ്മിങ് ലേറ്റ്, എന്നാലും കുഴപ്പമില്ല. ഐ വിൽ ഗോ ബാക്ക് ടു ദാറ്റ്. അർജു നാലാമത്തെ തെറ്റിയെന്ന് ശ്രദ്ധിക്കണ്ടേ അമ്പാനെ. ആ അർജു ലിക്വിഡ് നോക്കിയില്ല എന്ന്. നോക്കണ്ടേ അമ്പാനെ, അല്ലേ? ശ്രദ്ധിക്കണ്ടേടോ. ലിക്വിഡ് സോളിഡ്, അതാണ് ഞാൻ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണിത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കില്ല, അറിയാഞ്ഞിട്ടൊന്നുമല്ല, പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളത് തെറ്റിച്ചു പോകും. ശ്രദ്ധിച്ചോളാം. അതെ, ലിക്വിഡ് സോളിഡ് പ്രത്യേകം ശ്രദ്ധി. ഓൺലി ഗ്യാസസ്, ബിക്കോസ് ദിസ് ഇക്വേഷൻ ഈസ് പെർട്ടൈനിങ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഗ്യാസിന് മാത്രമേ ഇതുള്ളൂ. ഗുഡ്. ആ ദാ വേറെ ഉണ്ട്, കമ്പനി ഉണ്ട് കേട്ടോ അർജു, കമ്പനി ഉണ്ട്. ദാ നന്ദഗോപാൽ തെറ്റിച്ചിട്ടുണ്ട്. ആ തെറ്റിപ്പോയിന്ന്. കൊള്ളാം, ഓൾ ദി ബെസ്റ്റ്. അടുത്തത് അഞ്ചാമത്തേത് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 1 - 0. ഇറ്റ് ഈസ് 1. Therefore, delta H equal to delta U plus RT.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ ശരിയായി. ഗുഡ് 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 ഗുഡ്. കമാൺ. വെരി ഗുഡ് വെരി ഗുഡ്. അഞ്ചാമത്തെ ഒട്ടുമിക്ക എല്ലാവരെയും ശരിയായിരുന്നു. അപ്പൊ ഇതിനാണ് ഞാനൊരു 5 എക്സർസൈസ് തന്നത്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും തന്നിരിക്കുന്ന മെറ്റീരിയൽസിലാണെങ്കിലും ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറെ എണ്ണം ഈ ഏരിയ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് എക്സ്പെർട്ട് എക്യുപ്പ് യുവർ സെൽഫ്, യു ആർ നോട്ട് ഗോയിങ് ടു കം ടു മിസ്റ്റേക്ക് ഓൺ ദിസ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ഒരു കാരണവശാലും തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റും. ബട്ട് യു മസ്റ്റ് എൻഷുർ യു മേഡ് സഫിഷ്യന്റ് പ്രാക്ടീസ്. അതിൽ വരുന്ന ട്രാപ്പുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തെറ്റിക്കില്ല. അതുവരെ മാത്രമേ പ്രശ്നമുള്ളൂ. ഇനിയുണ്ടോ? ഞാൻ കണ്ടു. അവസാനത്തേത് ഡെൽറ്റ എൻ ഈക്വൽ ടു 2 - 2 0. Therefore delta H equal to delta U. Delta H equal to delta U. അവസാനത്തേത് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ. കറക്റ്റ് ആയി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അർജുന് മൂഡ് കേറിയിട്ടുണ്ട് കേട്ടോ. അർജുന് മൂഡ് അങ്ങോട്ട് കേറിയിട്ടുണ്ട്. കറക്റ്റ്. പൊളിക്കടാ. മാക്സിമം എണ്ണം ഞാനൊരു 6 എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ മാക്സിമം എണ്ണം ഈ സെഗ്മെന്റിന് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് ദിസ് കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ടു ഓൾ. തെർമോഡൈനമിക്സിൽ നിന്ന് ഒരു ചോദ്യം വരുവാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് ഹൈ ലെവൽ ഓഫ് പോസിബിലിറ്റി ഉള്ള ഒരു സെഗ്മെന്റ് ആണിത്. അത് ശ്രദ്ധിച്ച് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. വെരി ഗുഡ് വെരി ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. And now we are switching on to various enthalpy terms. Various enthalpy terms. Various enthalpy terms. കുറെ എൻതാൽപി ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ എൻതാൽപി ടേംസ് പഠിക്കുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെഫിനിഷൻ നന്നായിട്ട് മനസ്സിലാക്കണം. അതിനുള്ള എക്സാമ്പിൾ എഴുതാൻ പ്രാക്ടീസ് ഉണ്ടാവണം. ഡെഫിനിഷൻ നന്നായിട്ട് മനസ്സിലാക്കണം. അതിനുള്ള എക്സാമ്പിൾ എഴുതാൻ പ്രാക്ടീസ് ഉണ്ടാവണം. ഞാൻ ഓരോരോ എക്സാമ്പിളെ ഞാൻ പറയുള്ളൂ. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇൻഫാക്ട് ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ നല്ല പണി കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. സംഗതി സിമ്പിളാണ്. പക്ഷെ ഓരോ ടേമും കോൺസെപ്റ്റ് ഡെഫിനിഷൻ നന്നായിട്ട് മനസ്സിൽ ഉറയ്ക്കണം. അതിന് വരുന്ന ഫോർമുല ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്ന് ഫ്രെയിം ചെയ്യാനും സാധിക്കണം. കിട്ടോ? യെസ്. ഒന്നാമത്തെ പോയിന്റ് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് കോൾഡ് എൻതാൽപി ഓഫ് റിയാക്ഷൻ. Enthalpy of reaction. സർ, ഹീറ്റ് കപ്പാസിറ്റി എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. എന്താ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ? ഹീറ്റ് കപ്പാസിറ്റി, amount of heat required to raise the temperature by 1 degree Celsius. That is called the heat capacity. Specific heat എന്ന് വെച്ചാൽ എന്താ amount of heat required to raise the temperature of unit mass of a substance by 1 degree. എഴുതിയല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം. എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. Q is equal to mc delta T എന്ന് പറയുമ്പോൾ പറഞ്ഞില്ലേ ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് സ്പെസിഫിക് ഹീറ്റ്. എഴുതിയിട്ടില്ലെങ്കിൽ എഴുതാം കേട്ടോ. എഴുതിയിട്ടില്ലെങ്കിൽ എഴുതാം. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം. പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പ്ലീസ് ടെൽ മീ. പറഞ്ഞു. യെസ്, ആദിത്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. വേണമെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പറഞ്ഞാൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. യെസ്, ഒന്നാമത്തെ പോയിന്റ് എൻതാൽപി ഓഫ് റിയാക്ഷൻ. എഴുതടാ. ഞാൻ എഴുതുന്നില്ല, ഡിക്റ്റേറ്റ് ചെയ്യാം. എഴുതിക്കോളൂ.
Enthalpy of reaction. It is defined as enthalpy change involved. It is defined as enthalpy change involved during a reaction. Enthalpy change involved during a reaction where the number of moles of reactants and products are as per the balanced chemical equation. കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞവർ ഒരു thumbs up അയക്കണേ. Just to ensure you have written properly. I'll repeat. Enthalpy of reaction defined as enthalpy change during a reaction where the number of moles of reactants and products are as per the balanced chemical equation. Thumbs up വന്നു തുടങ്ങി. Good. Yes. Very good. Example എഴുതു മക്കളെ. Example എഴുതു. നോക്ക്, H2 plus O2 giving H2O. ഇത് unbalanced equation ആണ്. Imagine 2 mole hydrogen reacting with 1 mole oxygen and you get 2 mole water. This is balanced equation. ഇതിന്റെ എൻതാൽപിയെ നമുക്ക് എന്ത് വിളിക്കാം? എൻതാൽപി ഓഫ് റിയാക്ഷൻ എന്ന് പറയാം. Say X kilojule per mole. ഇതാണ് എൻതാൽപിയുടെ യൂണിറ്റ് കേട്ടോ. എൻതാൽപി എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് കിലോജൂൾ പെർ മോൾ എന്നായിരിക്കും. എൻതാൽപി എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് കിലോജൂൾ പെർ മോൾ എന്നായിരിക്കും. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ പ്ലസ് എന്ന് വരും, എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ മൈനസ് എന്ന് വരും. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ പ്ലസ് എന്ന് വരും, എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ മൈനസ് എന്ന് വരും. സോ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ വരുന്നത് ഇറ്റ് മേ ബി പ്ലസ് ഓർ മൈനസ്. എൻഡോതെർമിക് ആണെങ്കിൽ പ്ലസ് ആയിരിക്കും, എക്സോതെർമിക് ആണെങ്കിൽ മൈനസ് ആയിരിക്കും. യൂണിറ്റ് കോമൺ ആണ്, കിലോജൂൾ പെർ മോൾ. അപ്പോ 2 mole hydrogen reacting with 1 mole oxygen, you get 2 mole water. That will be enthalpy of reaction. By definition ഒന്നുകൂടെ നോക്കാം. Enthalpy change during a reaction where the number of moles of reactants and products are as per the balanced chemical equation. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമും കൂടിയുണ്ട്. എല്ലാ എൻതാൽപിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപി എന്ന പദം യൂസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് എൻതാൽപി. എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപി എന്ന് വെച്ചാൽ? ഇത് എൻതാൽപി. സ്റ്റാൻഡേർഡ് എൻതാൽപി എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സിമ്പൽ കൊടുക്കും, ഒരു തീറ്റ എഴുതുന്നത് പോലെ അങ്ങനെ ഒരു സിമ്പൽ കൊടുക്കും. ദിസ് ഈസ് സ്റ്റാൻഡേർഡ് എൻതാൽപി. അർജു ക്ലിയർ ആയില്ല. അർജു ശ്രദ്ധിക്കൂ. ഇപ്പൊ പറഞ്ഞതാണോ പ്രീവിയസ് പറഞ്ഞതാണോ? അർജു ഇപ്പൊ പറഞ്ഞതാണോ പ്രീവിയസ് പറഞ്ഞതാണോ? ഇതാണോ പ്രീവിയസ് പറഞ്ഞതാണോ? എൻതാൽപി ഓഫ് റിയാക്ഷൻ ആണോ?
ഇപ്പൊ പറഞ്ഞത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടില്ല, പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. Enthalpy of reaction. Okay. Right. Let's see. Enthalpy of reaction defined as enthalpy change during a reaction where the number of moles of reactants and products are as per the balanced equation. ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, സംശയമൊന്നുമില്ലല്ലോ. ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, സംശയമൊന്നുമില്ലല്ലോ. അതിൽ വരുന്ന എൻതാൽപ്പിയെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയും. 2 മോൾ ഹൈഡ്രജൻ reacting with 1 mole oxygen, you get 2 mole water. ഇവിടെ വരുന്ന എൻതാൽപ്പിയെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയും. സപ്പോസ് ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതി എന്ന് വിചാരിക്കാം. H2 plus O2 giving H2O. ഇതിന്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അതിനെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയില്ല, കാരണം അതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. ബാലൻസ്ഡ് ഇക്വേഷനിൽ വരുന്ന നമ്പർ ഓഫ് മോൾസ് പ്രകാരം റിയാക്ഷൻ നടന്നാൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയും. ഇറ്റ് ഷുഡ് ബി ആസ് പെർ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. യാ, ഗുഡ്. അനുഗ്രഹ ക്ലിയർ ആണോ? അനുഗ്രഹ ക്ലിയർ ആണോ? യാ, ഗുഡ്. ഒരു റിയാക്ഷൻ എഴുതുക, അത് ബാലൻസ് ചെയ്യുക, അതിൽ കാണിച്ചിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് പ്രകാരം റിയാക്ഷൻ നടന്നാൽ അവിടെ വരുന്ന എൻതാൽപ്പിയെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയും. ഇനി ആ റിയാക്ഷനിൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്നൊരു പദം യൂസ് ചെയ്യും. എന്താ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി? when all components are in their standard state. എല്ലാ കമ്പോണൻസും അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കാം. എല്ലാ കമ്പോണൻസും, ഒരു റിയാക്ഷനിൽ വരുന്ന എല്ലാ കമ്പോണൻസും അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയാം. അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഓക്സിജന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. വാട്ടറിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഇങ്ങനെ സ്റ്റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു സിമ്പൽ കൊടുക്കാം, അതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് വെറും എൻതാൽപ്പിയും സ്റ്റാൻഡേർഡ് എൻതാൽപ്പിയും തമ്മിലുള്ള വ്യത്യാസം? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് വെച്ചാൽ all components involved in the reaction are in their standard state. ഓരോ വസ്തുവിനും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഉണ്ട്, റൈറ്റ്? ആ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ആണ് എങ്കിൽ നമുക്ക് അതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയാം. നോക്കൂ മക്കളെ, നിങ്ങൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ കാണുന്നു എന്ന് വിചാരിക്കുക. 2H2 ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് ഗിവിംഗ് 2H2O ഗ്യാസ്. ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ? ഇങ്ങനെ എഴുതിയാൽ ശരിയാണോ? തെറ്റാണ്. എന്താ തെറ്റ്? അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി അല്ല. അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി അല്ല. ഇവിടെ താഴത്ത് എഴുതിയിരിക്കുന്നത് 6 എന്നാണ് കേട്ടോ. താഴത്ത് എഴുതിയിരിക്കുന്നത് 6 എന്നാണ്. ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഇവിടെ ഈ കൊടുത്തത് തെറ്റാണ്. എന്താ തെറ്റ്? വെറുതെ ഡെൽറ്റ എച്ച് 6 എന്ന് കൊടുത്തോളൂ. ഇത് ഓക്കെയാണ്, ഇത് തെറ്റാണ്. കാരണം വാട്ടറിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് അല്ല, ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. വാട്ടറിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് അല്ല, ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എന്താണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡിഫൈൻഡ് ആസ് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിംഗ് എ റിയാക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ആസ് പെർ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം
നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസും പ്രോഡക്ട്സും ഇൻവോൾവ് ചെയ്യുന്ന സ്ഥലത്ത് എന്താണോ എൻതാൽപ്പി ചേഞ്ച് അതിനെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയും. ആ റിയാക്ഷനിൽ എല്ലാവരും അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ആണെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയും. ഐ ഹോപ്പ് ദ ഫസ്റ്റ് ടേം ഈസ് ക്ലിയർ ടു ഓൾ. യെസ്. ഇനി നമ്മൾ അടുത്ത ടേമിലേക്ക് കടക്കുകയാണ്. അടുത്ത ടേം that is enthalpy of formation. Enthalpy of formation. Enthalpy of formation ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. Enthalpy of formation എഴുതിക്കോളൂ. It is the enthalpy change. It is the enthalpy change during the formation of. It is the enthalpy change during the formation of 1 mole of a compound. 1 mole of a compound or substance എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 1 mole of a compound ബ്രാക്കറ്റിൽ substance എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 1 mole of a substance from its constituent elements. From its constituent elements. I repeat, enthalpy of formation defined as enthalpy change during the formation of 1 mole of a substance, 1 mole of a compound from its constituent elements in their standard state. In their standard state. എഴുതി കഴിഞ്ഞാൽ തംസ് അപ്പ് അയക്കണം കേട്ടോ. ഡിക്റ്റേഷനിൽ എഴുതി കഴിയുമ്പോൾ ഒരു തംസ് അപ്പ് അയക്കുക. സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ഫിനിഷ്ഡ്. ഓക്കെ ഫൈൻ, ഗുഡ്. ഇനി അതിന്റെ എക്സാമ്പിൾ എഴുതുക. സപ്പോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ ആണെന്ന് വിചാരിക്കാം. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദിസ്. 1 mole water formed. 1 mole water formed from the constituent elements. H2 plus O2 giving 1 mole. ഇവിടെ 1 mole H2 കിട്ടാൻ പാടുള്ളൂ. So you can write H2 plus half O2 giving H2O. H2 gas, O2 gas, H2O liquid. This you can call it as enthalpy formation of water. ഇതിനെ നമുക്ക് enthalpy formation of water എന്ന് പറയാം. അർജുൻ ശ്രദ്ധിക്കുക. Enthalpy of formation defined as enthalpy change during the formation of 1 mole of a compound, 1 mole of a substance from the constituent elements in their standard state. ഇപ്പോൾ വാട്ടർ 1 mole വാട്ടർ കിട്ടണം. എവിടുന്ന് കിട്ടണം? ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് 1 mole വാട്ടർ കിട്ടണം. അപ്പൊ നമ്മൾ ഇതിനെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറയും. അർജു ക്ലിയർ ആയോ? Can you try enthalpy formation of methane? ഇതൊന്ന് ട്രൈ ചെയ്യാമോ മക്കൾക്ക്? Enthalpy formation of methane. Can you try? മനസ്സിലായിട്ടില്ലെങ്കിൽ 1-2 എക്സാമ്പിൾസ് പറഞ്ഞു പോവാം. അപ്പൊ പിന്നെ മനസ്സിലാവും. 1-2 എക്സാമ്പിൾസ് പറയുമ്പോൾ മനസ്സിലാവും. I repeat, enthalpy of formation defined as enthalpy change during the formation of 1 mole of a substance from the constituent elements. വാട്ടറിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഏതാണ്? ഹൈഡ്രജനും ഓക്സിജനും. ഇപ്പൊ
അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് 1 മോൾ വാട്ടർ കിട്ടണം. അവിടെ വരുന്ന എൻതാൽപ്പിയെ എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറയും. യെസ്, മീത്തൈൻ്റെ എഴുതിയോ? ആരെങ്കിലും എഴുതിയോ? ഞാൻ എഴുതാൻ പോവാണ്. പ്ലീസ് ക്രോസ് ചെക്ക്. ശരിയായവര് ഒന്ന് മെസ്സേജ് ഇടണേ. തെറ്റിയവര് തെറ്റിയാലും പറയണം. ഇറ്റ് ഈസ് കാർബൺ പ്ലസ് 2H2 you get CH4. കാർബൺ സോളിഡ് ആണ്. ഇറ്റ് ഈസ് ബെറ്റർ യു റൈറ്റ് ആസ് ഗ്രഫൈറ്റ്. ഗ്രഫൈറ്റ് ആണ് തെർമോഡൈനമിക്കലി സ്റ്റേബിൾ ഫോം ഓഫ് കാർബൺ. ഹൈഡ്രജൻ ഗേഷ്യസ് ഫോം ആണ്. മീത്തൈൻ ഗേഷ്യസ് ഫോം ആണ്. ദിസ് ഈസ് എൻതാൽപ്പി ഫോർമേഷൻ ഫോർ മീത്തൈൻ. ദിസ് ഈസ് എൻതാൽപ്പി ഫോർമേഷൻ ഫോർ മീത്തൈൻ. ശരിയാക്കിയവര് പറയണം, തെറ്റിയവരും പറയണം. 1 mole methane obtained from constituent elements in their standard state. Carbon standard state graphite ആണ്. Plus hydrogen you get the methane. കറക്റ്റായി. ആരുടെയും തെറ്റിയിട്ടില്ല. ആരുടെയും ഇതുവരെ തെറ്റിയിട്ടില്ല. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ, ബ്രില്യന്റ്, ഗുഡ്. യെസ്, തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട പറയാൻ കേട്ടോ. തെറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റി എന്ന് പറയാൻ ഒരു മടിയും വേണ്ട. യെസ്, അപ്പൊ നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. ഒന്ന് ഗ്ലൂക്കോസിന്റെ എഴുതിയ മക്കളെ, C6H12O6. ഇതിന്റെ ഒന്ന് എഴുതാമോ? ഗ്ലൂക്കോസ് നോക്കട്ടെ. യെസ്, ഞാൻ എഴുതാൻ പോവാണ്. ഇറ്റ് ഈസ് 6 carbon graphite plus 6H2 gas plus 3O2 gas. You get C6H12O6 solid. ഇതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ശരിയായവര് പറയണം, തെറ്റിയവര് പറയണം. യെസ്, വെരി ഗുഡ്. യെസ്, കാർബൺ തെറ്റി. അനില, കാർബൺ തെറ്റി. യെസ്, കാർബൺ 6 കാർബൺ എന്ന് എഴുതിയത് തെറ്റാൻ സാധ്യതയുണ്ട്. തെറ്റിയെങ്കിൽ അത് പറയുക, ഒരു മടിയും വിചാരിക്കണ്ട. യെസ്, കുറെ പേരുടെ കറക്റ്റായി. അനിലേക്ക് കാർബൺ മാത്രം ഒന്ന് തെറ്റി. അർജു എഴുതിയത് കണ്ട 6 കാർബൺ പ്ലസ് 6H2O എന്ന്. എപ്പോഴാണോ H2O എലമെന്റ് ആയത്? H2O എന്ന് മുതലാ എലമെന്റ് ആയത്? അവിടെയാണ് നമ്മുടെ പ്രശ്നം. Enthalpy of formation defined as enthalpy change during the formation of 1 mole of a compound from the constituent elements. ഗ്ലൂക്കോസിലെ എലമെന്റ്സ് ആരൊക്കെയാ? കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ ഓക്സിജൻ. അങ്ങനെ എഴുതണം. അർജു, hope it's clear. അർജു, യെസ്, ഗുഡ്. മക്കളെ, ഈ ആശയങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ധാരാളം നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഈ ക്ലാസ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ട്രൈ ടു സ്പ്രെഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ആവശ്യമുള്ള എല്ലാവരും ഉപയോഗപ്പെടുത്തട്ടെ. കാരണം ഈ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും.
അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ലെറ്റ് ദം മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ അത് എഡിറ്റ് ചെയ്യാനൊക്കെ അറിയുന്നവർ, ആ സ്പെസിഫിക് പോർഷൻ ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ ഒന്നും ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ആ സ്പെസിഫിക് പോർഷൻ വേണമെങ്കിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അത് മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാം, എല്ലാവരെയും സഹായിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഒരു വൈഡ് സ്പ്രെഡിങ് ആക്കി മാറ്റാനും സാധിക്കും കേട്ടോ. ട്രൈ ടു മനസ്സിലായി. തെറ്റിയത് കാണിക്കാൻ ഇട്ടതാ. അങ്ങനെ ഇടുന്നത് നല്ലതാ. കാരണം എന്താണെന്നറിയോ, കുറെ പേർക്ക് ഇങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും അർജു, കുറെ പേർക്ക് ഇങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. ഇതാണ് തെറ്റ് പറ്റാൻ പോകുന്നത്, ഇങ്ങനെയാണ്. ആ തെറ്റ് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് പിന്നീട് വരാതിരിക്കുക. അപ്പൊ ആ തെറ്റ് ഞാൻ അതിനെ ചോദിക്കണേ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പറയണമെന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാ. എല്ലാവരും അതൊന്ന് പറയണം കേട്ടോ. തെറ്റിയാൽ ശരിയായാൽ പറയുക, തെറ്റിയാൽ അതും പറയുക. നോക്കൂ, നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ സാറ് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ കുറേ പേര് ക്ലാസ്സിൽ എല്ലാവരുടെ അടുത്തും ചോദിച്ചു. ആർക്കും അറിയില്ല. സാറ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ആർക്കും അറിയില്ല. അങ്ങനെ വന്ന് ഒരു കുട്ടി പറഞ്ഞു. അപ്പൊ ആർക്കും അറിയാത്ത ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഒരു കുട്ടി പറയുമ്പോൾ ആ ക്ലാസ്സിൽ സാർ അപ്രീഷിയേറ്റ് ചെയ്യും. എല്ലാവരും ഒന്ന് കൈയടിച്ചേ എന്ന് പറയും. യു വിൽ ഗെറ്റ് ആൻ അപ്ലോസ് ആൻഡ് യു വിൽ ഗെറ്റ് എ ഫീലിംഗ് ലൈക്ക് യെസ്, ഐ ആം ദ മാസ്റ്റർ. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. വളരെ നല്ലതാണ്. നമുക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാനും ഞാൻ കൊള്ളാലോ എന്ന് നമുക്ക് സ്വയം തോന്നും, അല്ലെ? ഞാനൊരു സംഭവമാണ് എന്ന് നമുക്ക് തോന്നും. അത് നമ്മുടെ അക്കാഡമിക്സ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നമ്മൾ ക്ലാസ്സിൽ സാർ ഒരു ചോദ്യം ചോദിച്ചു, നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, എന്നാലും സാറ് ചോദിച്ച ചോദ്യത്തിന് നമുക്കറിയില്ല. ചോദ്യം സിമ്പിൾ ആയിരുന്നു. അയ്യോ, ഇത്ര സിമ്പിൾ ആയിട്ടൊരു ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് പറയാൻ സാധിച്ചില്ലല്ലോ, എനിക്ക് അറിയാമായിരുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധം, ഒരു വിഷമം. അത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ വിഷമം നല്ലതാണ്. കാരണം അപ്പോൾ ഇത് സാർ എൻ്റെ അടുത്ത് അന്ന് ചോദിച്ച ചോദ്യമാണ്, എനിക്ക് മറുപടി പറയാൻ പറ്റാതെ പോയ ചോദ്യമാണ്. അങ്ങനെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവും. റൈറ്റ്. പിന്നൊന്ന്, സാർ ഒരു ചോദ്യം ചോദിച്ചു, നമ്മൾ മറുപടി പറഞ്ഞു. പറഞ്ഞ മറുപടി തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അതിലൊരു കുറ്റബോധം ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിച്ചിട്ട് തെറ്റിപ്പോയല്ലോ, അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാവും. അതും നല്ലതാണ്. കാരണം എക്സാമിനൊക്കെ ആ ചോദ്യം വരുമ്പോൾ ഇത് എൻ്റെ അടുത്ത് സാറിനോട് ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും നല്ല കാര്യം ഇതൊന്നുമല്ല. ഒരു ക്ലാസ്സിൽ നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്ന എനിക്കറിയില്ല. സാറൊരു ചോദ്യം ചോദിച്ചു, സിമ്പിൾ ചോദ്യമായിരുന്നു, നിങ്ങളൊരു മറുപടി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ മറുപടി ഒരു പൊട്ട തെറ്റായിരുന്നു, ഒരു ബ്ലണ്ടർ ആയിരുന്നു എന്ന് വിചാരിക്കുക. എല്ലാവർക്കും അറിയാം, ആ ക്ലാസ്സിൽ ഒട്ടുമിക്കവർക്കും അറിയാവുന്നൊരു ഉത്തരമാണ്. നമുക്കറിയില്ല. നമ്മളൊരു മറുപടി പറഞ്ഞു. നമ്മൾ പറഞ്ഞ മറുപടി ഒരു ബ്ലണ്ടർ ആയിരുന്നു. എല്ലാവരും കൂട്ടച്ചിരിയായി. സാറ് കളിയാക്കി, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു, മരമണ്ട നീ എന്താടാ പറയണേ, ഇതാണോ അതിന്റെ ഉത്തരം എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നുകിൽ സാറ് കളിയാക്കി അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു. നമ്മൾ അങ്ങനെ തൊലി ഉരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് വിചാരിക്കുക. I would say that is the incident most wanted to happen in a class. ഒരു ക്ലാസ്സിൽ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് അതാണെന്ന് ഞാൻ പറയും. കാരണം ആ കുട്ടി, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ക്ലോസ് സർക്കിളിലുള്ള ആ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ, അവരൊന്നും ജീവിതത്തിൽ ആ കോൺസെപ്റ്റ് പിന്നെ മറക്കില്ല. കാരണം അതായിരുന്നു ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സീന്. I would say you must try to create such situations in the class. ഇത് എപ്പോഴും ഉണ്ടാവുക? നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മൾ ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യണം. നമ്മൾ ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടാവും. And that's most useful for us to learn things. നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ടിരുന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും പറ്റാത്തൊരു കാര്യം ഒരൊറ്റ ഇൻസിഡന്റിലൂടെ നമ്മുടെ പെർമനന്റ് മെമ്മറിയിലേക്ക് അങ്ങോട്ട് ഇൻജക്റ്റഡ് ആവും. പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മളത് മറക്കില്ല. ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് റിസൾട്ട്
we get through involvement, interaction in the class. കേട്ടോ, അതുകൊണ്ട് ഇന്ററാക്ഷൻ ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. റാദർ യു കം ഫോർവേഡ്, ഇന്ററാക്ട് മാക്സിമം. തെറ്റിയ ശരിയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, തെറ്റിയാലും ഓക്കെ, ശരിയായാലും ഓക്കെ, തെറ്റിയാലും ഡബിൾ ഓക്കെ എന്ന് വിചാരിക്കണം കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ രണ്ട് ടേംസ് കഴിഞ്ഞു. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കഴിഞ്ഞു, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കഴിഞ്ഞു. ഇതിന്റെ കൂടെയൊക്കെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി പറയാം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് വെച്ചാൽ വെൻ ഓൾ ദ കമ്പോണൻസ് ആർ ഇൻ ദയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് കേട്ടോ. ഇവിടെ ഒരു പോയിന്റും കൂടെ പ്രത്യേകം നോട്ട് ചെയ്യണം. എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ ഒരു നോട്ട് പ്രത്യേകം എഴുതി വെക്കണം. NB. എന്താണ് NB? സ്പെഷ്യൽ നോട്ടാണ്. എന്താണ്? ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് എലമെന്റ്സ് in their standard state, in their standard state is fixed as 0. Enthalpy of formation of elements in their standard state is arbitrarily taken as 0. For example, enthalpy formation of H2 equal to 0. Enthalpy formation of Cl2 equal to 0. Enthalpy formation of carbon graphite equal to 0. Enthalpy formation of carbon diamond is not equal to 0. കാരണം കാർബണിന്റെ എലിമെന്ററി ഫോമില് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഗ്രഫൈറ്റ് ആണ്. കാർബണും ഗ്രഫൈറ്റ് ആണ്, ഡയമണ്ടും ഗ്രഫൈറ്റ് ആണ്. പക്ഷെ ഡയമണ്ടിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 അല്ല, കാർബണിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണ്. H2വിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണ്. ക്ലോറിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണ്. ഓക്കെ, എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് Hg ലിക്വിഡ് 0 ആണ്. പക്ഷെ Hg ഗ്യാസ് 0 അല്ല. കാരണം the standard form of mercury is liquid state. നമ്മൾ പഠിച്ചിട്ടുണ്ട്, there is one and only liquid metal available in the periodic table. പീരിയോഡിക് ടേബിളിൽ ലിക്വിഡ് മെറ്റൽ ആയിട്ട് ഒരാളേ ഉള്ളൂ, മെർക്കുറിയാണ്. അപ്പൊ മെർക്കുറിയുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. സോ എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് മെർക്കുറി ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു 0, ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ക്ലിയർ ആണോടാ മക്കളെ? എൻതാൽപ്പി ഫോർമേഷൻ F2 ഗ്യാസ് ഈക്വൽ ടു 0. Cl2 ഞാൻ പറഞ്ഞല്ലോ. Br2 ഗ്യാസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 while Br2 ലിക്വിഡ് ഈസ് ഈക്വൽ ടു 0. കാരണം ബ്രോമിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. There are two liquid elements in the periodic table. പീരിയോഡിക് ടേബിളിൽ 2 പേരാണ് ലിക്വിഡ് ആയിട്ടുള്ളത്. ഒന്ന് ബ്രോമിൻ, ലിക്വിഡ് നോൺ മെറ്റൽ. 2 മെർക്കുറി, ലിക്വിഡ് മെറ്റൽ. പഠിച്ചതാ. സോ മറക്കണ്ട, എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ ദയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഫിക്സഡ് ആസ് 0. നോട്ട് ചെയ്തില്ലേ? യെസ്, അടുത്ത എൻതാൽപ്പി ടേമിലേക്ക് പോവാണ്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ
എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. കമ്പസ്റ്റൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. ബേണിംഗ് പ്രോസസ് ആണ്, കത്തുന്ന പ്രക്രിയയാണ് കമ്പസ്റ്റൻ. ടേക്ക് ഡൗൺ. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. It is defined as the enthalpy change. It is defined as the enthalpy change during the complete combustion of during the complete combustion of one mole of a substance. During the complete combustion of 1 mole of a substance in excess of air or excess of oxygen. In excess of air or excess of oxygen. എഴുതി കഴിഞ്ഞാൽ പറയണേ, എഴുതി കഴിഞ്ഞാൽ ഒരു തംസ് അപ്പ് വിടണേ. I repeat, it is defined as enthalpy change during the complete combustion of 1 mole of a substance in excess of oxygen. Good. അപ്പോൾ 1 mole മാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുന്ന റിയാക്ഷൻ, അതിന്റെ എൻതാൽപ്പി ആണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയാം. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, ഫോർ എക്സാമ്പിൾ മീഥെയ്ൻ burn with the excess of oxygen, you get carbon dioxide and 2H2O. അപ്പോ എത്ര ഓക്സിജൻ വേണം? 2 ഓക്സിജൻ 4 ഓക്സിജൻ. അപ്പൊ ഇവിടെ 2 എന്ന് വരണം. ഇതാണ് റിയാക്ഷൻ. ദിസ് ഈസ് എൻതാൽപ്പി കമ്പസ്റ്റൻ ഓഫ് മീഥെയ്ൻ. I hope you easily understand. It will be almost എല്ലാം മൈനസ് ആയിരിക്കും. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് ആയിരിക്കും. കാരണം കമ്പസ്റ്റൻ റിയാക്ഷൻ മക്കളെ എക്സോതെർമിക് അല്ലടാ. ഇവിടെ എല്ലായ്പ്പോഴും എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ മൈനസ് ആയിരിക്കും, എക്സോതെർമിക് ആയിരിക്കും. അപ്പോ 1 mole methane burn with 2 mole oxygen, you get 1 mole carbon dioxide, 2 mole water. That will be called enthalpy combustion of methane. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ അളവാണ്. ഓക്സിജന്റെ അളവ് 2 മോൾസിൽ കൂടാം, കുറയാൻ പാടില്ല. ഓക്സിജന്റെ ക്വാണ്ടിറ്റി 2 മോൾസിൽ കൂടാം, കുഴപ്പമില്ല. 2 മോൾസിൽ കുറയാൻ പാടില്ല. കാരണം എന്താ? 2 മോൾസിൽ കുറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ആവും. വി വാണ്ട് കംപ്ലീറ്റ് കമ്പസ്റ്റൻ. അപ്പൊ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കാം. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഡിഫൈൻഡ് ആസ് എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിംഗ് ദ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 1 mole of a substance in excess of oxygen. And we know all combustions are exothermic reaction. മൈനസ് വാല്യൂ ആയിരിക്കും വരിക. ഒന്ന് എഴുതിയ മക്കളെ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് എത്തനോൾ ഒന്ന് എഴുതിയേ. C2H5OH. ഇതിന്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കട്ടെ. Enthalpy combustion of ethanol. Let me see how many of you make it correct. ഞാൻ എഴുതാൻ പോകുന്നു. പ്ലസ് ഓക്സിജൻ 2 കാർബൺ ഉണ്ട്. സോ ഐ എം ഗിവിംഗ് 2 കാർബൺ ഡൈ ഓക്സൈഡ്
5ഉം 1ഉം 6 ഹൈഡ്രജൻ ഉണ്ട്. സോ ഐ എം ഗിവിംഗ് 3H2O. ഇപ്പോൾ ഓക്സിജന്റെ അളവ് 4 ഓക്സിജനും 3 ഓക്സിജനും 7 ഓക്സിജനായി. ഇവിടെ ഓൾറെഡി ഒരു ഓക്സിജൻ ഉണ്ട്, 6 എണ്ണം വേണം. അപ്പൊ ഇങ്ങനെ വരും. എത്തനോൾ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, ഓക്സിജൻ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗേഷ്യസ് സ്റ്റേറ്റ്, ഇത് ലിക്വിഡ് സ്റ്റേറ്റ്. ദിസ് ഈസ് എൻതാൽപി കമ്പസ്റ്റൻ ഓഫ് എത്തനോൾ. ദിസ് ഈസ് എൻതാൽപി കമ്പസ്റ്റൻ ഓഫ് എത്തനോൾ. ശരിയാക്കിയവരൊന്ന് പറയണേ. ശരിയാക്കിയവർ പറയണം, തെറ്റിച്ചവർ പറയണം. ശരിയാക്കിയവർ പറയണം, തെറ്റിച്ചവർ പറയണം. ആരത്തി കറക്റ്റായി? സ്മൃതി ലയ, ഗുഡ്. തെറ്റിയവരുണ്ടെങ്കിൽ മടി കൂടാതെ മുന്നോട്ട് വരൂ, കാണട്ടെ. കമോൺ 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 കമോൺ. അഭിനവ് തെറ്റി. എവിടെ തെറ്റി എന്ന് കൂടെ പറഞ്ഞാൽ വലിയ സന്തോഷം. എവിടെ തെറ്റി എന്ന് കൂടെ പറഞ്ഞാൽ വലിയ സന്തോഷം. അനുഗ്രഹ സർ, ഹൈഡ്രജൻ തെറ്റി. ഹൈഡ്രജൻ ആണ് തെറ്റാൻ സാധ്യത. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് തെറ്റാൻ, ഓക്സിജൻ ബാലൻസ് ചെയ്യുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ഹൈഡ്രജൻ തെറ്റി. അർജു, എഴുതാൻ കിട്ടിയില്ല, എഴുതാനേ പറ്റിയില്ല എന്ന്. ഓക്കെ, പോരട്ടെ പോരട്ടെ. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? 2 കാർബൺ 2 കാർബൺ ഡൈ ഓക്സൈഡ്, 5ഉം 1ഉം 6 ഹൈഡ്രജൻ 3 വാട്ടർ. അപ്പോ 4 ഓക്സിജൻ 3 ഓക്സിജൻ 7 ഓക്സിജൻ അവിടെ. ഇവിടെ ഓൾറെഡി ഒരു ഓക്സിജൻ ഉണ്ട്, അപ്പൊ 6 ഓക്സിജൻ വരണം, 3O2. ക്ലിയർ ആയെങ്കിൽ ഒരു തംസ് അപ്പ് പോരട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഗുഡ് ഗുഡ് ഗുഡ്, ഫൈൻ ഫൈൻ ഫൈൻ. Good. So that is about enthalpy of combustion. Enthalpy of combustion. So it is defined as the enthalpy change during the complete combustion of 1 mole of a substance in excess of oxygen. ഇവിടെയും ഒരു നോട്ട് എല്ലാവരും ഒന്ന് എഴുതി വെക്കാം. ഇവിടെയും ഒരു നോട്ട് എഴുതി വെക്കാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ടേം, എല്ലാവർക്കും പരിചയമുള്ളതാണ്. കലോറിഫിക് വാല്യൂ എന്ന് പറയും. കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എഫിഷ്യൻസി ഓഫ് എ ഫ്യൂവൽ. ഒരു ഫ്യൂവലിന്റെ എഫിഷ്യൻസിയെ കുറിച്ച് പറയുന്ന ടേം ആണ് കലോറിഫിക് വാല്യൂ. Calorific value. It is related to enthalpy of combustion. Calorific value defined as amount of energy released by the complete combustion. By the complete combustion. Complete combustion. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ഡൈജഷൻ എന്നും കൊടുക്കാം. ഡൈജഷൻ. കാരണം നമ്മൾ ഫ്യൂവലിനെ കുറിച്ച് പറയുമ്പോൾ കമ്പസ്റ്റൻ എന്ന് പറയും, ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഡൈജഷൻ എന്ന് പറയാം. കാരണം 2 സ്ഥലത്തും ഈ ടേം യൂസ് ചെയ്യാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ കേട്ട് പരിചയം ഫുഡിന്റെ കേസിലായിരിക്കും. എത്രയാണ് കലോറിഫിക് വാല്യൂ? നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡിനും കലോറിഫിക് വാല്യൂ ഉണ്ട്. അങ്ങനെയാണല്ലോ ഡയറ്റ് ഫിക്സ് ചെയ്യുന്നത്. ചില രോഗങ്ങളുള്ളവരും ഡയബറ്റിക്സ് ഉള്ളവരും അല്ലെങ്കിൽ ചില പ്രത്യേക ചികിത്സ ചെയ്യുന്നവരും സിനിമാക്കാർ പ്രത്യേകിച്ച് അവരുടെ കൂടെ എപ്പോഴും ന്യൂട്രീഷ്യൻസും ന്യൂട്രീഷൻ ടെക്നീഷ്യൻസും ഡയറ്റ് ചെക്ക് ചെയ്യാനുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അവർക്ക് ഫുഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിന്റെ ഡയറ്റ് ചെക്ക് ചെയ്തിട്ടാണ്. അപ്പൊ ഓരോ ഫുഡിനും ഉള്ള കലോറി, എത്രയാണ് കലോറി നോക്കിയിട്ടാണ് പ്രിസ്ക്രൈബ്. അതുപോലെ അപ്പൊ നമുക്ക് ഫ്യൂവൽസിന് പറയുമ്പോൾ അതും പറയാം, ഫുഡിന് പറയുമ്പോൾ അതും പറയാം.
defined as calorific value defined as amount of energy released by the complete combustion or digestion of 1 gram of a substance, 1 gram of a fuel or food. ഫുഡ് ഫ്യൂവൽ ആണല്ലോ അല്ലെ, ഫുഡ് ഫ്യൂവൽ അല്ലേ. അപ്പൊ ഫ്യൂവൽ ആണെങ്കിൽ കമ്പസ്റ്റൻ എന്ന് പറയാം, ഫുഡ് ആണെങ്കിൽ ഡൈജഷൻ എന്ന് പറയാം. അപ്പോൾ 1 ഗ്രാം ഫുഡിൽ നിന്ന് ലഭിക്കുന്ന എനർജിയുടെ അളവിനെയാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുക. കലോറിഫിക് വാല്യൂവിന് പ്ലസും മൈനസും ഒന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇൻ ഫാക്ട് റിലേറ്റഡ് ടു എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. 1 ഗ്രാം ഫ്യൂവല് ബേൺ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി, 1 ഗ്രാം ഫ്യൂവല് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി, അതിനെയാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുക. കലോറിഫിക് വാല്യൂ, amount of energy released by the complete combustion or digestion of 1 gram of a fuel or food. ഫ്യൂവലിന്റെ എഫിഷ്യൻസി പറയുന്നത്, ഫുഡിന്റെ എഫിഷ്യൻസി പറയുന്നത് കലോറി വെച്ചിട്ടാണ് പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ടേമിലേക്ക് നമുക്ക് പോവാം. ഇത് എഴുതി കഴിഞ്ഞില്ലേ എല്ലാവരും? ഇതെല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? യെസ്. അപ്പൊ ഇപ്പൊ ഏതൊക്കെ പറഞ്ഞു? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി. അടുത്തത് എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ, എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ, എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻ. ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് മാറുക, ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് മാറുക. ഏതൊക്കെയുണ്ട്? ഒന്നാമത്തേത് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് വെച്ചാൽ മെൽറ്റിംഗ്. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, ഫ്യൂഷൻ എന്ന് വെച്ചാൽ മെൽറ്റിംഗ്. ഡെൽറ്റ എച്ച് ഫ്യൂഷൻ, ഡെൽറ്റ എച്ച് ഫ്യൂഷൻ. എഴുതിക്കോടാ, ഡെഫിനിഷൻ എഴുതിക്കോ. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, it is the enthalpy change, it is the enthalpy change, it is the enthalpy change when 1 mole of a solid, 1 mole of a solid converted to liquid state, 1 mole of a solid converted to liquid state, at its melting point. എപ്പോഴാണ് ഇത് നടക്കുന്നത്? മെൽറ്റിംഗ് പോയിന്റിലാണ്, at its melting point. Enthalpy change during the conversion of 1 mole of a solid to the liquid state at its melting point. എഴുതി കഴിഞ്ഞാൽ പറയണം, എഴുതി കഴിഞ്ഞാൽ പറയണം. എഴുതി. ഓക്കെ, സംഗതി ഇത്രയേ ഉള്ളൂ, സംഗതി ഇത്രയേ ഉള്ളൂ. H2O സോളിഡ് എന്ന് വെച്ചാൽ ഐസ്, കൺവേർട്ടഡ് ടു H2O ലിക്വിഡ് എന്ന് വെച്ചാൽ ലിക്വിഡ് വാട്ടർ. ദിസ് ക്യാൻ ബി കോൾഡ് എൻതാൽപ്പി ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് വിളിക്കാം. എൻതാൽപ്പി ഫ്യൂഷൻ ഓഫ് ഐസ് എന്ന് വിളിക്കാം. ഒരു സോളിഡ് മാറ്റർ ലിക്വിഡ് മാറ്റർ ആയിട്ട് മാറുക
എപ്പോഴാ മാറുക? അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റിലാണല്ലോ മാറുക. അതാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. യെസ്, അതിൽ കൂടുതലൊന്നും പറയാനില്ല. H2O solid ice converted to H2O liquid water. അടുത്തത് രണ്ടാമത്തേത് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ. ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റേണ്ടതാണ്. നേരത്തെ എഴുതിയ അതേപോലെ എഴുതുക. 1 മോൾ സോളിഡ് ടു ലിക്വിഡ് ആണ് നേരത്തെ എഴുതിയത്. ഇപ്പോൾ എന്ത് എഴുതണം? 1 മോൾ ലിക്വിഡ് ടു ഗ്യാസ് എന്ന് എഴുതണം. അല്ലെ? അത്രയല്ലേ ഉള്ളൂ. വാട്ട് ഈസ് വേപ്പറൈസേഷൻ? വേപ്പറൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലിക്വിഡ് കൺവേർട്ടഡ് ടു ഗ്യാസ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? സോളിഡ് കൺവേർട്ടഡ് ടു ലിക്വിഡ്. ഇവിടെ എന്താ എഴുതാനുള്ളത്? എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ഓഫ് എ ലിക്വിഡ് കൺവേർട്ടഡ് ടു ഇറ്റ്സ് വേപ്പർ സ്റ്റേറ്റ് ഓർ ഗേഷ്യസ് സ്റ്റേറ്റ്. അവിടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് എഴുതി. ഇവിടെ എന്ത് എഴുതണം? അവിടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് എഴുതി. ഇവിടെ എന്ത് എഴുതണം? പോരട്ടെ. അവിടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് എഴുതി. ഇവിടെ എന്ത് എഴുതണം? ബോയിലിംഗ് പോയിന്റ് എന്ന് എഴുതണം. വെരി ഗുഡ്. ബോയിലിംഗ് പോയിന്റ് എന്ന് എഴുതണം. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓവർ. എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ഓഫ് എ ലിക്വിഡ് converted to the vapor state at its boiling point. So H2O liquid converted to H2O gas. This is enthalpy of vaporization. ഇതെല്ലാം എൻഡോതെർമിക് ആയിരിക്കും എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സോളിഡ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് നമ്മൾ കൊടുക്കണം, എൻഡോതെർമിക് ആണ്. ഒരു ലിക്വിഡ് ഇവോപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് നമ്മൾ കൊടുക്കണം, എൻഡോതെർമിക് ആണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ. എഴുതിയില്ലടാ? എഴുതിയില്ലേ? അടുത്തത് മൂന്നാമത്തേത്. നല്ല പരിചയമുള്ളതാണ് നിങ്ങൾക്ക് ഇതെല്ലാം. എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ. സോളിഡ് ലിക്വിഡ് ആവുന്നത് മെൽറ്റിംഗ്, ഫ്യൂഷൻ. ലിക്വിഡ് ഗ്യാസ് ആകുന്നത് വേപ്പറൈസേഷൻ. വാട്ട് ഈസ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്താ? സോളിഡ് ടു ഗ്യാസ്. എക്സാക്ട്ലി. സോളിഡ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു ഗ്യാസ്. അപ്പൊ നിങ്ങൾക്ക് എഴുതിക്കൂടെ എൻതാൽപ്പി ചേഞ്ച് when 1 mole of a solid directly converted to gas. 1 mole of a solid directly converted to gas. At sublimation temperature or below melting point. Sublimation temperature എന്ന് പറയുന്നത് എപ്പോഴും മെൽറ്റിംഗ് പോയിന്റിന്റെ താഴെയായിരിക്കും, ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ്. കാരണം സബ്ലൈം ചെയ്യുന്ന ആൾക്കാർ മെൽറ്റ് ചെയ്യില്ല. സബ്ലൈം ചെയ്യുന്ന ആൾക്കാര് മെൽറ്റ് ചെയ്യില്ല. ക്യാംഫറിനെ എടുത്ത് ചൂടാക്കി നോക്കൂ, അത് മെൽറ്റ് ചെയ്യല്ല ചെയ്യുക. ചൂടാക്കുമ്പോൾ അത് ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. വോളട്ടൈൽ സോളിഡ്സ് അങ്ങനെയാണ്. വോളട്ടൈൽ സോളിഡ്സ് നമ്മൾ ചൂടാക്കി തുടങ്ങിയാൽ വേണ്ട, ചിലത് വെറുതെ തുറന്നു വെച്ചാൽ മതി. ഓവർ ദ കോഴ്സ് ഓഫ് ടൈം ദേ വിൽ ഡിസപ്പിയർ.
ഒരു കഷ്ണം ക്യാംഫർ എടുത്ത് പുറത്ത് വെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ഉണ്ടാവില്ല. 1-2 ദിവസം കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമായി ഉണ്ടാവും. ഇറ്റ് വിൽ ഇവോപ്പറേറ്റ്, അല്ലേ? നമ്മൾ പലപ്പോഴും വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പല ഡിയോഡറിങ് മെറ്റീരിയൽസ് എല്ലാം കണ്ടില്ലേ നിങ്ങൾ? അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല. കാരണം അത് സബ്ലൈം ചെയ്തു പോകും. So, enthalpy of sublimation, enthalpy change during the conversion of 1 mole of a solid matter directly to gas at a temperature below the melting point എന്ന് എഴുതാം, അല്ലെങ്കിൽ at sublimation temperature എന്ന് എഴുതാം. അപ്പോ H2O solid converted to H2O liquid converted to H2O gas. This is enthalpy of fusion. This is enthalpy of vaporization, and this is enthalpy of sublimation. And I am sure all of you agree, ഇതിന്റെ വാല്യൂ x കിലോജൂൾ പെർ മോൾ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ വാല്യൂ y കിലോജൂൾ പെർ മോൾ ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ വാല്യൂ z കിലോജൂൾ പെർ മോൾ ആണെന്ന് വിചാരിക്കുക. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ x, y, z? ഇതിന്റെ വാല്യൂ x കിലോജൂൾ പെർ മോൾ, ഇതിന്റെ വാല്യൂ y കിലോജൂൾ പെർ മോൾ, ഇതിന്റെ വാല്യൂ z കിലോജൂൾ പെർ മോൾ. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ x, y, z? Very good. Z equal to x plus y. Law of conservation of energy. Z equal to x plus y. Law of conservation of energy. Yes. നമ്മുടെ ഇന്നത്തെ ചർച്ച ഇവിടെയാണ് പൂർണ്ണമാകുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എൻതാൽപ്പി എന്ന ടേം, അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന ഫോർമുല, കുറെ എൻതാൽപ്പി ടേംസ് കഴിഞ്ഞിട്ടില്ല. വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ ടുമോറോ. ഇതുവരെ പഠിച്ചത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻസ്. കൂടുതൽ എൻതാൽപ്പി ടേംസും കൂടുതൽ വിശേഷങ്ങളും നമുക്ക് നാളെ ചർച്ച ചെയ്യാം. Till then, bye. See you. Good night. Take care. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നാളെ കാണാം. ബൈ. See you. That's it.